വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മി ലക്ഷ്മി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മേബ്ലിൻ ഫിറ്റ്മിയുടെ പ്രൈമേഴ്സിന്റെ റിവ്യൂ ആണ്. റിവ്യൂ, കമ്പാരിസൺ, പെർഫോമൻസ് ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, പലർക്കും അറിയത്തില്ല നമുക്ക് പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ പ്രൈമേഴ്സ് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ. അത് മാത്രമല്ല, ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് എന്ത് പ്രൈമറാണ് യൂസ് ചെയ്യേണ്ടത്, ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് എന്ത് പ്രൈമറാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് പലർക്കും അറിയത്തില്ല. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് അതൊക്കെ എല്ലാം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ നമ്മുടെ പ്രൈമേഴ്സ് രണ്ട് സൈഡിലായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു സൈഡിൽ നമ്മുടെ ഡ്യൂയി പ്രൈമറും ഈ ഒരു സൈഡിൽ നമ്മുടെ മാറ്റ് പ്രൈമറും ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പ്രൈമർ ഡ്യൂയി പ്ലസ് സ്മൂത്ത് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പ്ലസ് ഇതിൽ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ മാറ്റ് പ്ലസ് പോർലെസ് പ്രൈമർ ആണ്, നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക്. പ്ലസ് ഇതിൽ SPF 20 വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് 14 hours വരെ വെയർ ചെയ്യാന്നാണ് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ പ്രൈമേഴ്സ് ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് പുതിയൊരു പ്രോഡക്റ്റ് ഒന്നും അല്ല. എനിക്ക് ഇതിന്റെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു ട്യൂബ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പ്രൈമേഴ്സ് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്താലും നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് മിക്സ് ആയി വരണം. അങ്ങനെ മിക്സ് ആയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ എപ്പോഴും എന്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്താലും, എന്ത് പ്രോഡക്റ്റ് എന്നല്ല, ഈ ലിക്വിഡ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താലും എപ്പോഴും ഷേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പ്രൈമേഴ്സ്. അപ്പൊ നല്ല രീതിക്ക് ഷേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഷേക്ക് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പൊ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സൈഡിൽ നമ്മുടെ ഡ്യൂയി പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഒഴുകി പോകുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല, ഒരു കുറച്ചുകൂടെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ്. പിന്നെ നമ്മുടെ രണ്ട് പ്രൈമേഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് ഡിഫറൻസ് ഉണ്ട്. സോ അതും കൂടെ ഇതിന്റെ കൂടെ പറയാം. ഞാൻ ആദ്യം നമ്മുടെ ഹൈഡ്രേഷൻ പ്രൈമർ, അതായത് ഈ ഡ്യൂയി പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ എനിക്കൊരു കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിൻ ആണ്. എന്റെ ചീക്സ് എപ്പോഴും വന്നിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ടീ സോൺ വന്നിട്ട് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ചീക്സ് ഡ്രൈ ആണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഡ്രൈനെസ് വരുന്നത് ഇത്രയും ഭാഗത്താണ്. ഇവിടെ ഓൾമോസ്റ്റ് എപ്പോഴും കുറച്ചുകൂടെ ഒരു ഓയിലിനെസ് ഫീൽ ചെയ്യാറുണ്ട്. എന്റേതൊരു കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ആണെങ്കിലും ഓയിലിയാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോ രണ്ടിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു സൈഡ് നല്ല ഡ്യൂയി പ്രൈമർ അപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ഗ്ലോ, ഒരു ഡ്യൂയിനെസ് നമുക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇൻസ്റ്റന്റ് ഡ്യൂയിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഡ്യൂയി പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാറ്റ് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും എഗെയിൻ ഇങ്ങനത്തെ ഒരു പാക്കേജ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ പാക്കേജിങ്. ഒരു ഭയങ്കര ക്ലാസിക് പാക്കേജിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോ ഇതും ഞാൻ ഓൾറെഡി നല്ല രീതിക്ക് ഷേക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു മാറ്റ് പ്രൈമർ യൂസ് ചെയ്യുമ്പം വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാം. നമ്മളിപ്പോ ഹൈഡ്രേഷൻ പ്രൈമർ അല്ലെങ്കിൽ ഡ്യൂയി പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ എടുത്താലും നമുക്ക് കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് വാരി പൊത്താനല്ല, കൂടുതൽ എടുത്താലും നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. കാരണം നമുക്ക് വേണ്ട ഡ്യൂയിനെസ് ആണ്. അപ്പൊ കുറച്ച് കൂടുതൽ ഇരുന്നാലും വലിയൊരു ഇഷ്യൂ വരത്തില്ല. പക്ഷെ ആവശ്യത്തിലധികം എടുത്താല് നമ്മുടെ മേക്കപ്പ് നമ്മൾ ഈ പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിന്റെ അവിടെ നിന്ന് സ്ലിപ്പായി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡില് നമ്മുടെ മാറ്റ് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ ഹൈഡ്രേഷൻ പ്രൈമർ എടുത്തതിന്റെ അത്ര പോലും അപ്ലൈ ചെയ്തിട്ടില്ല. ഇത് വൺസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയാവും. ഇപ്പത്തത് പോലെ ഭയങ്കര ഈസിലി ബ്ലെൻഡബിൾ അല്ല. ഒരു കുറച്ചൊരു തിക്നെസ് ഫീൽ ചെയ്യും. നമുക്ക് ഇങ്ങനെ കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. എന്നാൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും അത് മാറ്റിഫൈ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. രണ്ട് സൈഡിലും നമ്മുടെ പ്രൈമേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പത്തെ ഡ്യൂയിയും ഇപ്പത്തെ മാറ്റ് പ്രൈമറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പറയാം.
ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല മോയ്സ്ചറൈസ് ഒക്കെ ചെയ്ത് നമ്മൾ നല്ല പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ബെയർ സ്കിന്നിലാണ് ഇട്ടേക്കുന്ന മോയ്സ്ചറൈസറോ സെറംസോ സൺസ്ക്രീനോ ഒന്നും തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ബെയർ സ്കിന്നിൽ അപ്ലൈ ചെയ്താണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോ ഈ ഒരു ഡ്യൂയിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ബ്ലെൻഡബിൾ ആണ്, ഈസിലി ബ്ലെൻഡബിൾ ആണ്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു സൈഡ് തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു പ്ലംനെസ് ഫീൽ ചെയ്യും. നമുക്കൊരു ഭയങ്കര ഒരു സോഫ്റ്റ് ഒരു സ്മൂത്ത് സപ്പിൾ സ്കിന്നൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഈ ഒരു സൈഡ് വന്നാൽ കുറച്ചുകൂടെ മാറ്റിഫൈ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിഫറൻസ് കാണുമ്പോൾ അറിയാം, ഇത്രയും ഭാഗത്ത് ഒരു ബ്ലറിങ് എഫക്ട് കിട്ടുന്നുണ്ട്. ഒരു പോർ ഫില്ലിങ് അവർ എന്താണോ പറഞ്ഞത് അത് നമുക്കത് കിട്ടുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ട് പോർ ഫില്ലിങ് അല്ല, എനിക്ക് അധികം പോസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം ഇവിടെ ഒരു ബ്ലറിങ് എഫക്ട് വന്നിട്ടുണ്ട്. അതൊരു വിസിബിളി നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെയും ഈ ഒരു നോസിന്റെ എവിടെ ആയാലും നല്ലൊരു ബ്ലറിങ് എഫക്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ ഇവിടെ ആണെങ്കിൽ നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഈ താടിയിൽ ഇവിടെയൊക്കെ ആണെങ്കിലും അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇപ്പുറത്തെ ആ ഒരു ഡൂയിനെസ് നമുക്ക് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഒരു പൗഡർ ഇട്ടതുപോലെ നിൽക്കുന്നത്, എന്നാൽ ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം ഒരു ചെറിയൊരു ഗ്ലോ തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് കുറച്ചുകൂടി എക്സ്ട്രാ ഗ്ലോ ഉണ്ട്, ഇപ്പുറത്ത് ഒരു മിനിമൽ ഗ്ലോ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പ്രൈമേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഏത് സ്കിൻ ടൈപ്പ് ആണെന്ന് നോക്കാം. നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് മാറ്റ് പ്രൈമേഴ്സ് ആയിരിക്കണം. നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഡൂയി പ്രൈമേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് പ്രൈമേഴ്സ് ആയിരിക്കണം. ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് ഇപ്പൊ നമ്മുടെ ഓയിൽ എക്സ്ട്രീംലി ഓയിലി ആണെങ്കിൽ അത്യാവശ്യം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു പ്രൈമർ അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തും. ഹോൾഡ് ചെയ്ത് നിർത്തും, ഭയങ്കരമായിട്ട് സ്വെറ്റിൻ ആ ഒരു സംഭവം ഒന്നും വരത്തില്ല. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ആ ഒരു ഹൈഡ്രേഷൻ എപ്പോഴുമായിട്ട് അങ്ങനെ നിൽക്കും. ഭയങ്കര ഡ്രൈ ആയിരിക്കുമ്പോൾ ഭയങ്കര ഒരു മരവിച്ച ഒരു അവസ്ഥയിൽ പോയി ഈ പൗഡർ ഇട്ട പോലെ ഇരിക്കാതെ കുറച്ചുകൂടെ ഒരു എന്താണ് ഒരു ജീവനുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഹൈഡ്രേറ്റിംഗ് പ്രൈമേഴ്സിന്റെ യൂസേജ് അതാണ്. പിന്നെ പ്രൈമേഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ളത് മാത്രം അപ്ലൈ ചെയ്യുക. ഒരിക്കലും അമിതമായിട്ട് എടുക്കാൻ നിൽക്കരുത്. കാരണം ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെയാണ്. ഞാൻ എപ്പോഴൊക്കെ പ്രൈമേഴ്സ് ആദ്യമൊക്കെ എനിക്ക് പ്രൈമർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ആവശ്യത്തിന് കയ്യിലെടുക്കും, ഇങ്ങനെ 2 ടേപ്പ് തേക്കും, നല്ലപോലെ തേച്ച് ഒട്ടിച്ച് വെക്കും. എന്നിട്ട് അത് പോരാന്ന് എനിക്ക് തോന്നുമ്പോൾ തന്നെ ഞാൻ വീണ്ടും ഒഴിക്കും, ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ എവിടെയാണോ പ്രൈമേഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ പുറത്തും കൂടെ മേക്കപ്പ് ഇടുമ്പോഴത്തേക്ക് അവിടെ നിന്ന് മേക്കപ്പ് സ്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആവശ്യത്തിലധികമായിട്ട് പ്രൈമേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഈവൻ ഇപ്പൊ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ആണെങ്കിലും അധികം ആയിക്കഴിഞ്ഞാല് ആ ഒരു ഭയങ്കര ഒരു സ്വെറ്റ്നെസ് പോലെ ഭയങ്കര ഒരു ഇത് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇത് ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുക. മാറ്റ് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക, പിന്നെ ആവശ്യമുണ്ടോ തോന്നിയാൽ മാത്രം യൂസ് ചെയ്യുക. അപ്പോ ഇപ്പുറത്ത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മോയ്സ്ചറൈസറും സെറംസും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മുടെ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. നമ്മൾ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാല് നമുക്കൊരു സ്മൂത്ത് സർഫേസ് കിട്ടാനാണ്. അത് നമ്മുടെ പല ആൾക്കാരുടെയും സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ചിലവർക്ക് പോസ് ഉണ്ടാവും, ചിലവർക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും, വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും, ചിലവർക്ക് ഭയങ്കരമായിട്ട് രോമം, അതായത് കുട്ടി കുട്ടി മുടികളൊക്കെ ഉണ്ടാവും, നമ്മളെ ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും. അത് മാത്രമല്ല ചിലർക്ക് ഈ കുരുക്കളൊക്കെ വന്നിട്ട്, ഇപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്ന് നമുക്ക് എപ്പോഴും ഇരിക്കത്തില്ല. അങ്ങനെയുള്ള ടൈമിൽ ഈ പ്രൈമേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഉള്ളതിനെ കാട്ടി കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ബേസ് കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പ്രൈമേഴ്സ് എല്ലാം അങ്ങനെ ചെയ്യുമെന്നല്ല പറഞ്ഞ, ഈ ഹൈഡ്രേഷൻ പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് എപ്പോഴും അത് ഹൈഡ്രേഷൻ തരാൻ വേണ്ടി മാത്രം നോക്കത്തുള്ളൂ. പക്ഷെ മാറ്റ് പ്രൈമേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായത് നമുക്ക് എപ്പോഴും ഒരു സ്മൂത്ത് ബേസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഓയിലി സ്കിന്നൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ നമ്മൾ കുറച്ച് പ്രൈമേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സസീവ് ആയിട്ട് വരുന്ന ഓയിൽ ഒന്ന് കൺട്രോൾഡ് ആവുകയും ചെയ്യും. ഭയങ്കരമായിട്ട് ആ ഒരു മോയ്സ്ചർ ഒന്ന് അധികം പുറത്തേക്ക് വരാതെ ഒന്ന് ലോക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും. അത് മാത്രമല്ല ഒരു സ്മൂത്ത് സർഫേസ് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മാറ്റ് പ്രൈമേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. അതിൽ നിങ്ങൾക്ക് വേറെ ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് മാത്രമാണെങ്കിൽ ഈ നമ്മുടെ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൈമേഴ്സ് യൂസ് ചെയ്യാം, ഡ്യൂയി പ്രൈമേഴ്സ് യൂസ് ചെയ്യാം. ഇത് പ്രൈമേഴ്സ് യൂസ് ചെയ്യേണ്ടത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ യാതൊരുവിധ നിർബന്ധവും ഇല്ല, ആക്ച്വലി ഇല്ല. പിന്നെ പ്രൈമേഴ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കുറച്ചുകൂടെ ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതുണ്ട് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എൽഫിന്റെ സ്റ്റിക്കി പ്രൈമർ. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് അവിടെ സ്റ്റിക്കി
സ്റ്റിക്കി ആയിട്ട്, അതായത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പർപ്പസ് നോക്കി വാങ്ങിക്കാം. നമുക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും, നമുക്ക് സ്മൂത്ത് സർഫേസ് തരാനും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹൈഡ്രേറ്റിംഗ് തരാനും, ഇങ്ങനെ 3 തരത്തില് പ്രൈമേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കൺസേൺ നോക്കി വേണം നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ, നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി വേണം നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കാനും ചെയ്യേണ്ടത്. പിന്നെ പ്രൈമേഴ്സ് ഇട്ടില്ലെന്നും പറഞ്ഞ് യാതൊരുവിധ കുഴപ്പമില്ല. ഇപ്പൊ നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മുഖമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രൈമേഴ്സ് നിർബന്ധമായിട്ടും ഇടണം അങ്ങനെ ഒരു ഇതില്ല. ഞാനും ഓൾമോസ്റ്റ് ഒരുപാട് നാള് പ്രൈമേഴ്സ് യൂസ് ചെയ്തില്ല. ഞാൻ ഈ ഒരു റീസെന്റ് ആയിട്ടാണ് ഈ ഒരു പ്രൈമേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ പ്രൈമേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൂ. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മേക്കപ്പ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റിക്കി ആയിട്ടുള്ള പ്രൈമേഴ്സ് ഒക്കെ വാങ്ങിച്ചാൽ അതിന്റേതായിട്ടുള്ള യൂസ്ഫുൾസും ഉണ്ടാവും. സോ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഈ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ പറയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇനി ഏത് പ്രോഡക്റ്റ് ആണ് റിവ്യൂ ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളും പറയാം. ഇനി ഞാൻ ഫുൾ മേക്കപ്പ് ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പൊ ആ ഒരു മേക്കപ്പ് ചെയ്തിട്ട് എന്റെ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് 2 സൈഡിലത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു മാറ്റ് പ്രൈമർ 16 മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഞാനൊരു അപ് ടു 6 hours വരെയൊക്കെ നിൽക്കും. ഞാനൊരു 5 hours വരെയൊക്കെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. യാതൊരുവിധ കുഴപ്പങ്ങളും പറ്റിയിട്ടില്ല. മേബി എനിക്ക് തോന്നുന്നു ഒരു 6 hours വരെയൊക്കെ, 6 to 7 മാക്സിമം, അതുവരെയൊക്കെ നമ്മുടെ ഈ പ്രൈമർ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ്. ഹൈഡ്രേറ്റിംഗ് പ്രൈമർ എനിക്ക് അത്ര പോലും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. മേ ബി ഒരു 5 hours വരെയൊക്കെ ഉള്ളൂ. 60 hours ഒന്നും ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. സോ ഇതൊക്കെയാണ്. പിന്നെ ഇത് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബിന്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ബയോയിലും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇനി ഫൈനൽ ലുക്ക് നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. അപ്പൊ ഗൈസ്, എന്റെ മേക്കപ്പ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇപ്പുറത്തെ സൈഡ് കുറച്ചുകൂടെ ഒരു മാറ്റ് ആണ്, ഇപ്പുറത്തെ സൈഡ് കുറച്ചുകൂടി ഒരു ഹൈഡ്രേഷൻ, ഒരു ഡൂയി ഫിനിഷ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഭയങ്കര ഒരു മാറ്റ് അല്ല, ഒരു മാറ്റ് അല്ല, പക്ഷെ ഒരു ഡൂയി മാറ്റോ അല്ലെങ്കിൽ സാറ്റിൻ മാറ്റോ അങ്ങനെയൊക്കെ പറയത്തില്ലേ, ഒരു ഗ്ലോ ഉണ്ട് എന്നാൽ മാറ്റും ആണ്. ഒരു പൗഡറി എഫക്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. ഇവിടെ കുറച്ചുകൂടി നല്ലൊരു ഡൂയി ഫിനിഷ് ആണ് തരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മേക്കപ്പ് ലുക്ക്. ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അതും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ്. നിങ്ങൾക്ക് അതിനൊരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പൊ നല്ല ഡൂയി ആയിട്ടുണ്ട്, ഇപ്പഴത്തെ കുറച്ചുകൂടെ മാറ്റ് ആയിട്ട്, പൗഡറി മാറ്റ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ചൂസ് ചെയ്യൂ. നിങ്ങൾക്ക് ഡ്യൂയി സൈഡ് വേണോ അതോ മാറ്റ് സൈഡ് വേണോ? ഇനി ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് സൈഡാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് എന്റെ അടുത്ത് പറയാം. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കണ്ടുവരയ്ക്കും. ബൈ ബൈ.